എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ഒരു അടിപൊളി സ്നാക്ക് തരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടോ. അടിപൊളി ടേസ്റ്റാണ് ചിക്കൻ ഫതായർ. ഇത് എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ ഫതായർ ആട്ടോ. എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, അതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര, 1 കപ്പ് ഇളം ചൂടുള്ള പാൽ കേട്ടോ. ഇളം ചൂടുള്ള പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ആയാലും കുഴപ്പമില്ല. പാലാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും. അതൊരു 10 മിനിറ്റ് ഫെർമാൻഡ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം അതിലേക്ക് 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് അരിച്ചിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ വീണ്ടും നമുക്ക് ഇളം ചൂടുള്ള പാലോ വെള്ളമോ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നോക്കിയിട്ട് വേണം പിന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാഞ്ഞത്. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഒരു 3/4 കപ്പ് പാല് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത ശേഷം നമുക്ക് ബോൾസ് ആക്കിയിട്ട് മുകളിൽ കുറച്ച് ഓയിലൊക്കെ ആക്കിയിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സെയിം ഡോ തന്നെ കേട്ടോ ഞാൻ പിസയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാറ്. പിന്നെ നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. ഞാനിവിടെ ഒരു 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കണം. ചോപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് എടുത്താൽ മതി. ഇനി ഒരു ഫ്രൈ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാളയുടെ പകുതിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒന്നെടുത്തോളൂ. അതൊന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് അത് നല്ല വൈറ്റ് കളറിലേക്ക് വരുമല്ലോ. ആ ഒരു സമയത്ത് അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്, പിന്നെ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നോർമൽ മുളക് പൊടി ചേർക്കേണ്ട, കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി. അതൊരു ടീസ്പൂണ്. പിന്നെ 1/4 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയേ. എന്നിട്ട് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പാർസ്ലി ലീവ്സ് ആണ് കേട്ടോ ഒറിജിനൽ റെസിപ്പിയിൽ. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതില്ലെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് മൊസറല്ല ചീസാണ്. അതിലേക്ക് പാർസ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതില്ലാത്തതുകൊണ്ട് കൊറിയാണ്ടർ ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുക്കുക. ചില്ലി ഫ്ലേക്സിൽ 1/2 ടീസ്പൂണും ഒറിഗാനോ ഒരു 1/4 ടീസ്പൂണും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ഡോ ഒക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് അല്ലേ, ഇത് പൊങ്ങി വന്നിട്ട് ഒന്ന് താഴ്ത്തി കൊടുക്കുക എന്ന് പറഞ്ഞത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ബോൾസ് ആക്കിയിട്ട് നമുക്കിത് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇതിപ്പോൾ വലിയ 4 ഉണ്ടാക്കാം. അപ്പോൾ ചെറിയ സൈസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഉണ്ടാക്കാം കേട്ടോ ഈ ഒരളവ് വെച്ചിട്ട്. എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ഒന്ന് പരത്തി കൊടുക്കുക. ഒരു ഓവൽ ഷേപ്പിൽ പരത്തി കൊടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് കനം കുറയ്ക്കുകയും വേണ്ട, എന്നാൽ ഒരുപാട് അങ്ങ് കട്ടി വേണ്ട. ആ രീതിയിൽ നമുക്കൊന്ന് ഓവൽ ഷേപ്പിൽ അത് പരത്തി കൊടുക്കുക. ഈ രീതിയിൽ പരത്തി കൊടുത്ത ശേഷം നമ്മുടെ ആ ഒരു ചീസിൻ്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതുപോലെ അതിന് ചുറ്റും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഫതായറിൻ്റെ ആ ഒരു ഷേപ്പ് അറിയാലോ, ഇങ്ങനെ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ശരിക്കും ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അതിലേക്ക് എടുത്ത് മൊസറല്ല ചീസൊക്കെ നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ചാട്ടെ ഞാൻ 1.5 കപ്പ് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഞാനിവിടെ റെഡിമെയ്ഡ് പിസ്സ സോസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫില്ലിങ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പിസ്സ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒറിയാനോ അതുപോലെ ചില്ലി ഫ്ലേക്സോ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയെടുത്താലും മതി കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് ആ ഒരു ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് അഗാരയുടെ 4.5 ലിറ്റർ കപ്പാസിറ്റി വരുന്ന എയർ ഫ്രയറിലാണ്. ബ്ലാക്ക് കളറിൽ വരുന്ന ഈ ഒരു എയർ ഫ്രയർ കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ്. ഇതുപോലെ നമ്മൾ പുറത്തേക്ക് എടുത്താൽ നമുക്കിതിൻ്റെ ഉള്ളിലൊരു ട്രേ കൂടെ വരുന്നുണ്ട്. നമുക്ക് ഒന്നുകിൽ ഇതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇത് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇതിന് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് കേട്ടോ വരുന്നത്. 360 ഡിഗ്രി എയർ സർക്കുലേഷനും നടക്കുന്നുണ്ട്. പിന്നെ 1400 വാട്ടാണ് കേട്ടോ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. 7 പ്രീസെറ്റ് മെനു വരുന്നുണ്ട്. അതിൽ എം എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്രീസെറ്റ് മെനു സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് എത്ര ടൈം വേണം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഞാനിവിടെ 160 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഇത് ആദ്യം പ്രീ ഹീറ്റ് ചെയ്തെടുക്കുന്നത്. 2 വെച്ചിട്ടാട്ടെ ഞാനത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാച്ച്മാൻ പേപ്പറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ അതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വെളുത്ത എള്ളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എഗ് വാഷ് ചെയ്തതിന് മുകളിലായിട്ട്. എന്നിട്ട് നമുക്ക് പ്രീ ഹീറ്റാക്കി എടുത്തിട്ടുള്ള ഈ ഒരു എയർ ഫ്രയറിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും 160 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാനുള്ള ടൈം സെറ്റ് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ഇത് ബേക്കായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള
ചിക്കൻ ഫത്തായർ റെഡി. ഇത് ചൂടോട് കൂടെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ചൂടാറി കഴിഞ്ഞാൽ ചീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല കിടിലൻ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചൂടോട് കൂടെ തന്നെ കഴിക്കണം. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.